തന്നെ രാഹുലിന് മെസ്സേജ് അയച്ചു. എന്തൊക്കെ വന്നാലും ഇനി ഗോവിന്ദ് അറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. നാളെ തന്നെ ഗീതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ടൈപ്പിംഗ് എന്ന് കാണിച്ചതും അവൻ്റെ മറുപടിക്ക് അവൾ കാത്തിരുന്നു. അവർ ഉറങ്ങിക്കഴിയുമ്പോൾ പുറത്തേക്ക് വാ, അതായിരുന്നു അവൻ്റെ മെസ്സേജ്. ഓക്കെ, അത്രയും ടൈപ്പ് ചെയ്തിട്ട് അവരുറങ്ങാനായി കാത്തിരുന്നു. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ അഞ്ജലി വാതിൽ തുറന്നു, തലവെളിയിലേക്കിട്ടു. ഹാളിലെ ലൈറ്റ് അണിഞ്ഞിരിക്കുന്നു. പക്ഷേ അവർ ഉറങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് നിശ്ചയമില്ല. അതിനാൽ കുറച്ച് സമയം കൂടെ കാത്തിരിക്കാൻ അവൾ തയ്യാറായി. വീണ്ടും റൂമിനുള്ളിലേക്ക് കടന്ന് ബെഡിലേക്ക് കമന്ന് കിടന്നു. അവന് മുഖം കൊടുക്കാതെ ചിരിഞ്ഞു കിടക്കുകയായിരുന്നു ഗീത. നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ഉറക്കം വരുന്നില്ല. എങ്കിലും കണ്ണുകൾ അടച്ചു തന്നെ കിടന്നു. തലയ്ക്ക് കീഴെ ഇരു കൈകളും വെച്ച് കിടക്കുകയായിരുന്നു ഗോവിന്ദ്. തൻ്റെ ഇടതുവശം ചേർന്ന് കിടക്കുന്നവളെ കണ്ടതും അവനിൽ വല്ലാത്ത വേദന നിറഞ്ഞു. ഇതായിരുന്നില്ല താൻ മനസ്സിൽ കണ്ട പ്രതികാരം. അവളെ ദ്രോഹിക്കണം, അതിനുവേണ്ടി നടത്തിയ ഒരു കല്യാണ നാടകം. താൻ അവളെ ഒരുപാട് വെറുത്തു, വെറുപ്പിൻ്റെ അങ്ങേയറ്റം. പക്ഷെ അവളുടെ വേദനകളിൽ അവളേക്കാൾ അധികമായി വേദനിക്കുന്നത് താനാണ്, താൻ മാത്രം. അതെന്തുകൊണ്ടാണെന്ന് ഏകദേശ ധാരണ അവനിപ്പോൾ ഉണ്ട്. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ മനസ്സ് തയ്യാറാവുന്നില്ല എന്ന് മാത്രം. ഗോവിന്ദ് അവളുടെ നേരെ ചിരിഞ്ഞു കിടന്നു. ഒരു കൈ അവളുടെ വയറിലൂടെ ഇട്ടമർത്തി ഒറ്റ വലി. അവൾ അവനോട് ചേർന്ന് കിടന്നു. അവൻ്റെ ചുടുനിശ്വാസം അവളുടെ പിൻകഴുത്തിൽ പതിഞ്ഞു. അവളുടെ ഹൃദയമിടിപ്പ് പതിവിലും വേഗത്തിലായി. എങ്കിലും അവൾ അനങ്ങിയില്ല. അങ്ങനെ കിടന്ന് തന്നെ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. 10 മണിക്ക് മീറ്റിംഗ് തുടങ്ങും. അതിനു മുമ്പ് തന്നെ അവിടെ എത്തണം. ഗോവിന്ദ് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. മെറൂൺ ഫുൾ സ്ലീവ് ഷർട്ടും അതിനു മുകളിൽ ബ്ലേസറും ബ്ലാക്ക് കളർ പാൻസുമായിരുന്നു അവൻ്റെ വേഷം. അഞ്ജലൊരു ജീൻസ് ക്രോപ്പ് ടോപ്പും അതിന് ചേർന്ന മംസ് ഫിറ്റു ജീൻസും. ഏതൊരു കറുത്ത കളർ ഗോൾഡൻ ത്രെഡ് വർക്കും സീക്വൻസുകളും വരുന്ന ബോർഡറുള്ള ജോർജറ്റ് സാരിയാണ് ഉടുത്തിരിക്കുന്നത്. മുടി നന്നായി വിടർത്തിയിട്ടു ഒരു കറുത്ത പൊട്ടും തൊട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ജോർജറ്റ് സാരി ആയതുകൊണ്ട് തന്നെ സാരികളിലൂടെ വയറ് നന്നായി തെളിഞ്ഞ് കാണാം. ഗോവിന്ദ് ഒരു നിമിഷം ശ്വാസം വലിച്ചു വിട്ടു. അവനെ നോക്കാതെ അവൾ സോഫയിലേക്ക് ചെന്നിരുന്നു. ഹലോ മാഡം, കെട്ടിയൊരുങ്ങി വന്നതേ ഇവിടെ ഇരിക്കാനല്ല, അവിടെ ചെല്ലുമ്പോൾ മീറ്റിംഗ് തുടങ്ങും, വായിങ്ങോട്ട്. അവൻ അടുത്ത് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുയർത്തി. അഞ്ജലി കനത്ത മുഖവുമായി പിന്നാലെ നടന്നു. മൂവരും ടാക്സിക്കുള്ളിലേക്ക് കയറി. വണ്ടി അവരെയും കൊണ്ട് മീറ്റിംഗ് നടക്കുന്ന സ്ഥലമായ വിജയവാഡസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലേക്ക് കുതിച്ചു. ഫോണൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? അവസാനം ഞാൻ എടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞേക്കരുത്. അഞ്ജലി ഗീതയുടെ നേരെ നോക്കി പെറുപുരത്തും. ഏകദേശം 15 മിനിറ്റിനുള്ളിൽ അവർ അവിടേക്ക് ചെന്നെത്തി. അവർ അവിടെ ചെന്നപ്പോൾ മീറ്റിംഗ് തുടങ്ങിയിരുന്നു. അത്രയും വലിയൊരു ഓഡിറ്റോറിയം അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. അതിന് ചേർന്ന ലൈറ്റ് സംവിധാനങ്ങളും കൂടെയായപ്പോൾ ഗീതയുടെ സൗന്ദര്യം ഇരട്ടിച്ചതുപോലെ തോന്നി. എപ്പോഴത്തെയും പോലെ ഗോവിന്ദിനൊപ്പം നടന്നു വന്നത് അഞ്ജലിയാണ്. വേണ്ടെന്ന് പറയാൻ അവൻ തുടങ്ങിയതാണ്. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ പേര് അനൗൺസ് ചെയ്തുകൊണ്ട് അവൻ വളരെ വേഗത്തിൽ സ്റ്റേജിലേക്ക് നടന്നു. അവരെ കണ്ടത് എല്ലാവരുടെയും നോട്ടം അവരിലേക്ക് പാറി വീണു. കൂടുതലും അവരുടെ പിന്നിൽ നടന്ന ഗീതയിലേക്ക് ഏവരും ശ്രദ്ധ തിരിഞ്ഞു. അവളുടെ അലസമായ നടത്തത്തിന് പോലും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അവിടെ കണ്ട ചെയറുകളിൽ ഒന്നിൽ ഗീതയിരുന്നു. ബെസ്റ്റ് യങ് ബിസിനസ്മാൻ ഓഫ് ദ ഇയറായി മിസ്റ്റർ ഗോവിന്ദ് ബ്രഹ്മകൃഷ്ണമൂർത്തിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എങ്ങും നിറഞ്ഞ കൈയടികൾ മാത്രം. അക്കൂട്ടത്തിൽ ഗീതയും. അവൻ്റെ മിഴികൾ അവളിൽ മാത്രം ഉടക്കി നിന്നു. വളരെ മികച്ച രീതിയിൽ തന്നെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് അവൻ വേദിയുടെ മുൻനിരയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. ഹായ്, ഐ എം സിദ്ധാർത്ഥ്. ഗീതയുടെ അടുത്തിരുന്നൊരാൾ അവളുടെ നേരെ കൈനീട്ടി. ഗീത വിശ്വനാഥ്. അവളും തിരിച്ച് കൈ കൊടുത്തു. മലയാളിയാണോ? അതെ. സിദ്ധാർത്ഥ് പിന്നെ ഒരുപാട് സംസാരിച്ചു. എല്ലാം കേട്ടുകൊണ്ട് അവൾ ഇരുന്നു. ഇടയ്ക്കിടെ അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിരുന്ന ഗോവിന്ദ് വല്ലാതെ അസ്വസ്ഥനായി. സിദ്ധാർത്ഥ് അവനെ ഗോവിന്ദിന് നന്നായി അറിയാം. ഒരു കാലത്ത് അവൻ്റെ വളരെ അടുത്ത സൗഹൃദങ്ങളിൽ ഒന്നായിരുന്നു സിദ്ധു. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ആ സൗഹൃദം നഷ്ടപ്പെട്ടു എന്നേക്കുമായി. സമയമേറെ കഴിഞ്ഞപ്പോൾ ലഞ്ച് ബ്രേക്കിനായി മീറ്റിംഗ് പിരിഞ്ഞു. അവൾ ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ പലരും പരിചയപ്പെടാൻ വന്നിരുന്നു. എല്ലാത്തിനും ഗീത മറുപടിയും പറഞ്ഞു. അവളെ കൊടുക്കാൻ അഞ്ജലി ഒരു ഊഴം നോക്കിയിരിക്കുകയായിരുന്നു. അവളൊരു മൂലയ്ക്ക് മാറിയിരുന്നു കൊണ്ട് അവളുടെ ചലനങ്ങൾ വീക്ഷിച്ചു കൊണ്ടേയിരുന്നു. 6 പേർക്കിരിക്കാവുന്ന ഒരു ടേബിൾ. ഗീതയുടെ അടുത്ത് സിദ്ധാർത്ഥ്, എതിർവശം ഗോവിന്ദും അഞ്ജലിയും. 2 പേർക്കിരിക്കാനുള്ള സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. സിദ്ധാർത്ഥ് എന്തൊക്കെയോ പറയുന്നതും ഗീത അതിന് മറുപടിയായി ചിരിക്കുന്നുമുണ്ട്. ഗോവിന്ദ് അവനെ രൂക്ഷമായി നോക്കി. ഹലോ ഗോവിന്ദ്, സുഖല്ലേ? സിദ്ധു ഒരു കാഷ്വൽ ടോക്കിന് തുടക്കം കുറിച്ചു. എന്നാൽ അതിന് ഗൗനിക്കാതെ ഗോവിന്ദ് ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തു. അപ്പോഴാണ് മറ്റൊരു യുവതി ഗോവിന്ദിന്റെ അരികിൽ വന്നിരുന്നത്. സത്യത്തിൽ ഗോവിന്ദ് അത് ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ്റെ നോട്ടം അത്രയും സിദ്ധുവിനോട് ചേർന്നിരിക്കുന്ന ഗീതയിലായിരുന്നു. ഗോവിന്ദ്, നിന്റെ വിവാഹം കഴിഞ്ഞു?
ഇതാണോ വൈഫ്? കുറച്ചു മുമ്പ് വന്നിരുന്ന ആളെ നോക്കി സിദ്ധു അത് ചോദിച്ചതും ഗോവിന്ദ് അടുത്തിരുന്നവളെ തിരിഞ്ഞു നോക്കി. കൂടെ ഗീതയും. നെഞ്ചിലുള്ളൊരു പ്രകമ്പനം, തലക്കുള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നു. പാർവണ. അവൻ്റെ ചുടുകളിലും മനസ്സിലും വീണ്ടും വീണ്ടും ആ ഒരു നാമം മാത്രം നിറഞ്ഞു നിന്നു. പാർവണ. അവൻ്റെ ഹൃദയം ആദ്യമായി കവർന്നവൾ കിച്ചുവിൻ്റെ മാത്രം പാർവണ. അതേസമയം പാർവണയും അവനെ നോക്കി. ഒരിക്കൽ സ്നേഹിച്ച് പിരിഞ്ഞ ഹൃദയങ്ങൾ വീണ്ടും നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? അവൻ്റെ മനസ്സിൽ പാർവണയോ അതോ ഗീതയോ? ആ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി മറഞ്ഞു. കഥയറിയാതെ ഗീത അപ്പോഴും ഗോവിന്ദിനെയും പാർവണയെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. കിച്ചു, എനിക്കൊന്ന് സംസാരിക്കണം തനിച്ച്. അവൻ കേൾക്കാൻ മാത്രം പാകത്തിന്. പാർവണ അത് പറയുമ്പോൾ അവൻ്റെ മിഴികൾ തിരിഞ്ഞത് എതിരിരുന്നവളെയായിരുന്നു. അവൻ മൂളി. ഇന്ന് വൈകിട്ട് മീറ്റിംഗ് പിരിയുന്നതിന് മുമ്പ് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തൊന്ന് വരുമോ? വരാം. ഓക്കെ. പാർവണ എഴുന്നേറ്റ് കൂടെ അവനും. ആ പോയത് ആരാണെന്നറിയൂ? കഴിച്ചുകൊണ്ടിരുന്ന ഗീതയോട് സിദ്ധു അത് പറഞ്ഞതും അവളില്ല എന്ന ഭാവത്തിൽ അവനെ നോക്കി. രണ്ടും തമ്മിൽ മുടിഞ്ഞ പ്രേമായിരുന്നു. ഒരു നിമിഷം അവളുടെ മിഴികൾ അവൻ്റെ മുഖത്ത് തന്നെ തറഞ്ഞിരുന്നു. എന്ന് വെച്ചാ തനിക്ക് മനസ്സിലായില്ലേ? അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാ അടുത്ത് വന്നിരുന്നതെന്ന്. ഇപ്പോൾ ആ റിലേഷന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ഗോവിന്ദും പാർവണിയും. ഗീതയ്ക്കിനി ഭക്ഷണമൊന്നും വേണ്ടെന്നായി. അവൾ കഴിക്കുന്ന നിർത്തി അവനെ തന്നെ നോക്കി. പിന്നെ എന്തുകൊണ്ടാ അവർ പിരിഞ്ഞത്? അറിയില്ല. താൻ അവൻ്റെ കസിനല്ലേ, അവനോട് പോയി ഒന്ന് ചോദിക്കല്ലേ. ദേഷ്യം വന്ന തനി അസുരനാ. ഏതോ ഓർമ്മയിൽ സിദ്ധു അത് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. എന്തോ ചെയ്ത കണ്ണയ്ക്ക് നിറഞ്ഞിരിക്കുന്നേ? അത് പിന്നെ എരിവ് കഴിച്ചേൻ്റെ. അവൾ എഴുന്നേറ്റു. അവളുടെ കൂടെ തന്നെ അഞ്ജലിയും. ഓക്കെ, നിങ്ങൾ കൈ കഴിക്കോളൂ, ഞാനതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. വാഷ്റൂമിൻ്റെ ചുമരിൽ പതിപ്പിച്ചിട്ടുള്ള കണ്ണാടിയിൽ അവളുടെ പ്രതിബിംബം നോക്കി അവൾ നിന്നു. നീ കാരണ ഗീത അവർ പിരിഞ്ഞത്? പിന്നിൽ അഞ്ജലിയുടെ മുഖം. ഗീത തിരിഞ്ഞവളെ നോക്കി. ഞാൻ പറയുന്ന സത്യ, നീ കാരണ അവർ പിരിഞ്ഞത്. നിനക്കറിയാത്ത മറ്റൊരു സത്യം കൂടെയുണ്ട്. മുൻപ് ഗോവിന്ദ് എല്ലാ കാര്യങ്ങളും ഞാനുമായി ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെയാ അവൻ പാർവണയുടെ കാര്യം എന്നോട് പറയുന്നത്. ഞാനെങ്ങനെ അതിനൊരു കാരണമാവുന്നേ? നീ അന്ന് കോളേജിൽ വെച്ച് അവൻ കയറി പിടിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് അവനെ ജയിലിലടിച്ചല്ലേ? അത് അവർ തമ്മിൽ പിരിയാൻ കാരണം. സത്യത്തിൽ ചിത്രാന്തി അക്കാര്യം ഇതുവരെയും മറിഞ്ഞിട്ടില്ല. നീയാണ് അവനെ ജയിലടക്കാൻ കാരണമെന്ന് അവരറിഞ്ഞ നിന്റെ കാര്യം പോക്ക. അഞ്ജലി പറഞ്ഞ വാക്കുകൾ കേട്ട് ഗീത തളർന്നു പോയി. താൻ കാരണമാ അവർ പിരിഞ്ഞെന്ന്. ഗീതയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. മനഃപൂർവ്വമല്ലെങ്കിലും താനും ആ ബന്ധം പിരിയുന്നതിന് ഒരു കാരണമാണ്. അവർ തമ്മിലിപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കാനൊരു തടസ്സം താൻ മാത്രം. അഞ്ജലിയുടെ ബുദ്ധി ഉണർന്നു. ഗീതയാണ് അന്നത്തെ കേസിൻ്റെ പിന്നിലൊന്നും അവൾ അറിഞ്ഞത് തന്നെ. കഴിഞ്ഞ ഏതോ ദിവസമാണ് ആ സംശയം നികത്താനായി അവൾ ആളെ ഏർപ്പാടാക്കിയിരുന്നു. അയാൾ വഴിയാണ് അന്നത്തെ ആ പെൺകുട്ടി ഗീതയാണെന്നറിഞ്ഞത്. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ തൻ്റെ വഴിക്കാണ്. പാർവണ കൂടെ വന്നത് കൊണ്ട് തനിക്കെല്ലാം എളുപ്പമാണ്. ആദ്യം ഗീതയെ ഓടിക്കണം, പിന്നീട് പാർവണയെയും. നീ തീരുമാനിക്കുക ഗീത. നിന്നെ ഇഷ്ടമല്ലാത്തവൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന എന്തിനാണെന്ന്. നീയായി ഒഴിഞ്ഞു പോകുന്നില്ല നല്ലത്. ഗീത അതിന് മറുപടിയൊന്നും പറയാതെ മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു. ഗീത അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് അഞ്ജലിക്ക് ഉറപ്പായി കഴിഞ്ഞു. ഇനി ഇന്നലെ ചെയ്ത പ്ലാനെല്ലാം ക്യാൻസലാക്കണം. ഒരു സംശയ നിവാരണത്തിനായി അവൾ രാഹുലിന് ഫോൺ ചെയ്തു. നടന്നല്ല ഒറ്റ ശ്വാസത്തിൽ അവൾ അവനോട് പറഞ്ഞു, എനിക്ക് ഗീതയെ തരാമെന്ന് നീ വാക്കുന്നതാണ് അഞ്ജലി. അത് മറന്ന നിന്റെ കള്ളത്തരങ്ങളൊക്കെയും ഞാൻ സാറിനോട് പോയി പറയും. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നിനക്കാണെങ്കിലോ? പാതി വഴിയിൽ വെച്ച് അവൻ നിർത്തും. അഞ്ജലിക്ക് വീണ്ടും ആ ഡീലിന് സമ്മതം മൂളേണ്ടി വന്നു. ബാഗിനുള്ളിൽ നിന്നും രാഹുൽ രാത്രിയിൽ തന്ന ആ പൊടി അവൾ എടുത്തു. ഇത് വെള്ളത്തിലോ ഡ്രിങ്ക്സിലോ കലക്കി ഗീതയ്ക്ക് കൊടുക്കാൻ രാഹുൽ പറഞ്ഞിരിക്കുന്നത്. ഒരവസരത്തിനായി അവൾ കാത്തിരുന്നു. സമയം വളരെ വേഗം കടന്നുപോയി. ഗീത അത്രയും നേരം അവനെയും പാർവണയെയും മാറി മാറി നോക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് പാർവണ എഴുന്നേറ്റ് പോകുന്നത് കണ്ടത്. പിന്നാലെ ഗോവിന്ദും. എന്തുകൊണ്ടോ അവരെ പിന്തുടരണമെന്ന് ഗീതയ്ക്ക് തോന്നി. ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് അവളും അവരുടെ പിന്നാലെ നടന്നു. ലൈറ്റുകളുടെ പ്രകാശം ആ സ്വിമ്മിംഗ് പൂളിന് മനോഹരമായ പരിവേഷം നൽകി. പാർവണ അവന് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകൾ ആ പഴയ പ്രണയം ഓളം തുള്ളി. ഗോവിന്ദ് ഇരു കൈകളും മാറിൽ പിണച്ചുകൊണ്ട് അവളെ നോക്കി. എന്താ നിനക്ക് പറയാനുള്ളത് കിച്ചു? ഞാൻ പാർവണ മെല്ലെ പറഞ്ഞു തുടങ്ങി. ഗീത മാറി നിന്നു. പക്ഷെ അവർ സംസാരിക്കുന്നൊന്നും അവൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അവൾ ശ്വാസം അടക്കി നിന്നു. അപ്പോൾ അവൾ ആ കാഴ്ച കണ്ടത് അവനിടയ്ക്ക് പുണരുന്ന പാർവണയെ ബാക്കി കാണാൻ കഴിയാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു.
പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും പിന്തിരിയണമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. തിരികെ മീറ്റിംഗ് ഹാളിലേക്ക് ചെന്നപ്പോൾ അവിടെ വലിയൊരു ഡാൻസ് പെർഫോമൻസ് നടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പ്രോഗ്രാമുകളുണ്ട്. ഗീത അത് നോക്കിയിരുന്നു. അപ്പോഴാണ് കുടിക്കാനുള്ള ഡ്രിങ്ക്സുമായി ഒരാൾ വന്നത്. ഗീത ഡ്രിങ്ക്സ് എടുത്ത് തൻ്റെ ചുണ്ടോട് ചേർത്തു. എന്തോ അതവൾക്ക് വളരെ രുചികരമായി തോന്നി. ഒറ്റ വലിക്കത് മുഴുവനും കുടിച്ചു. ദൂരെ മാറി ഒരു ചെയറിലിരിക്കുകയായിരുന്നു അഞ്ജലി. ഗീത അത് മുഴുവനും കുടിക്കുന്നത് കണ്ട് അവളുടെ ചൊടികളിൽ ഒരു ക്രൂരമായ പുഞ്ചിരി വിടർന്നു. ഇന്ന് രാത്രി കൊണ്ട് ഗീത ഗോവിന്ദിൽ നിന്ന് നേക്കുമായി അകലും. ഗീതയ്ക്ക് തലവല്ലാത്ത പെരുപ്പ് തോന്നി. പക്ഷെ അത് വീണ്ടും കുടിക്കാൻ തോന്നുന്ന പോലെ. അപ്പോഴേക്കും അഞ്ജലി അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. എന്താ ഗീത, എന്തു പറ്റി? എനിക്ക് തല ചുറ്റുന്ന പോലെ. നിനക്ക് കിടക്കണോ? എങ്കിൽ എൻ്റെ കൂടെ വാ. അവളെ താങ്ങി പിടിച്ചുകൊണ്ട് അഞ്ജലി മുന്നോട്ട് നടന്നു. കൺവെൻഷൻ സെൻറ്ററിൻ്റെ തൊട്ടുമുകളിലായി ഒട്ടനവധി റെസ്റ്റ് റൂമുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അഞ്ജലി ബുക്ക് ചെയ്തതാണ്. അവിടേക്കാണ് അവൾ ഗീതയെ കൊണ്ടുപോയത്. പകുതി എത്തിയപ്പോൾ അഞ്ജലി തന്നെ തളർന്നിരുന്നു. ഗീതയുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ അവളാണ് ചുമക്കുന്നത്. ആ സമയം തന്നെ മറ്റുള്ള അവിടെ എത്തിയിരുന്നു. ചാരക്കണ്ണുള്ളവൻ രാഹുൽ അവളെ കോരിയെടുത്തുകൊണ്ട് ആ റൂമിലേക്ക് നടന്നു. അഞ്ജലി തിരിച്ചു. ഗീതയെ സോഫയിലേക്ക് ചാരിക്കെടുത്തി രാഹുൽ അവളുടെ എതിർവശം ഇരുന്നു. അവളുടെ മുഖത്തേക്ക് ശക്തിയായി വെള്ളം തളിച്ചു. താനിവളെ സ്വന്തമാക്കുമ്പോൾ അവളുടെ അറിവ് അതിലുണ്ടാകണം. അതിനാണ് ആ വീര്യം കൂടിയ ഉജ്ജോദനം നൽകുന്ന മരുന്ന് അവളുടെ ഡ്രിങ്ക്സിൽ കലർത്തിയത്. ഇത് സംഘടിപ്പിക്കാൻ താൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സെക്സ് റാക്കറ്റുകൾക്ക് മാത്രം സുലഭമായി കിട്ടുന്ന ഈ മരുന്ന് ശരീരത്തിനുള്ളിൽ ചെന്ന എത്ര മണിക്കൂർ വേണമെങ്കിലും അവരത് ആസ്വദിക്കും, ഒരു മടുപ്പുമില്ലാതെ. അതുകൊണ്ട് തന്നെയാണ് അവനും അത് കുറച്ച് ഡ്രിങ്ക്സിൽ കലർത്തി കുടിച്ചത്. രാഹുലിൻ്റെ ശരീരം വല്ലാതെ വിറക്കാൻ തുടങ്ങി. മുന്നിൽ കിടക്കുന്ന സുന്ദരിയായ യുവതിയുടെ ശരീരത്തിലേക്ക് കണ്ണുകൾ പാഞ്ഞു. മാറിൽ നിന്നും അല്പം താഴേക്ക് മാറിയ സാരിയുടെ വിടവിലൂടെ അവളുടെ ഭംഗി കണ്ടതും അവൻ്റെ സിരകളിലേക്ക് രക്തം കുതിച്ചൊഴുകി. നാവൊന്ന് ചുണ്ടിൽ തൊട്ട് നനച്ചിട്ട് അവൻ അവളെ കോരിയെടുത്തുകൊണ്ട് ബെഡിലേക്കിട്ടു. അവളുടെ ശരീരത്തിലേക്ക് അമർന്നതും പിന്നിൽ നിന്നും ഏറ്റ ശക്തമായ ചവിട്ടേറ്റ് അവൻ തെറിച്ചു പോരുന്നു. അവൻ തലകുടഞ്ഞൊന്ന് തിരിഞ്ഞു നോക്കി. അവ്യക്തമായ എന്തോ കാഴ്ചകൾ. മുന്നിൽ 5-6 പേര് നിൽപ്പുണ്ട് എന്നവന് തോന്നി. ഗോവിന്ദ് സാർ! അവൻ്റെ ചുടികളിൽ ഭയം കലർന്നൊരു ശബ്ദം പൊട്ടിപ്പുറപ്പെട്ടു. പിന്നെ അവിടെ പടക്കം പൊട്ടുന്ന പോലുള്ള ശബ്ദം രാഹുലിൻ്റെ ദയനീയമായ മോങ്ങിലും മാത്രം ഉയർന്നു കേട്ടു. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. പഴംതുണി കെട്ടുപോലെ ഒരു മൂലയിലേക്ക് രാഹുലിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. ഗീത! അവൻ വെപ്രാളത്തോടെ അവളുടെ കവിളിൽ തട്ടി. അതിനുശേഷം അവളെ തൻ്റെ കൈകൾ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൾ ഇരു കൈകളും കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. ആരാണ് എടുത്തിരിക്കുന്നതെന്നൊരു ബോധമില്ലെങ്കിലും അവൾ ഉച്ചരിച്ചത് അവൻ്റെ നാമമാണ്. അവളെ കാറിനുള്ളിലേക്ക് കൊണ്ട് കിടത്തി. തിരിയുമ്പോൾ സിദ്ധുവും അവിടെ എത്തിയിരുന്നു. താങ്ക്സ് സിദ്ധാർത്ഥ്. ഗോവിന്ദൻ നന്ദിയോട് അവന് നേരെ നോക്കി. നമ്മൾ തമ്മിലൊരു നന്ദി പറച്ചിൽ ആവശ്യമുണ്ടെന്ന് തോന്നില്ല ഗോവിന്ദ്. വിരോധമില്ലെങ്കിൽ എൻ്റെ കാറിൽ ഞാൻ നിങ്ങളെ ഫ്ലാറ്റിലെത്തിക്കാം. അതിൻ്റെ കാര്യമില്ല, ഞങ്ങൾ ടാക്സിയിൽ പൊക്കോളാം. അവനും തിരിഞ്ഞ് കാറിനുള്ളിലേക്ക് കയറി. ഗീതയുടെ തല അവൻ തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. അവൾ മൂളിയും ഞെരങ്ങിയും കിടക്കുകയാണ്. അവളുമായി ഫ്ലാറ്റിലെത്തി. അവൻ അവളെ ബെഡിലേക്ക് കിടത്തി. ഗോവിന്ദ്, വെള്ളം തരാം. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം പകർത്തിയെടുത്ത് അവനത് അവളുടെ ചുണ്ടോട് ചേർത്തു. മിഴികൾ പാതി വലിച്ചു തുറന്നു. അവനൊന്ന് നോക്കിയ ശേഷം അവൾ വെള്ളം കുടിച്ചു. മതിയോ? എനിക്കൊരു ഡീപ്പ് കിസ് ഒരു എന്താ കേട്ടിട്ടില്ലേ? കിസ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മടിയിലേക്ക് വട്ടമിരുന്നു കൊണ്ട് ചുറ്റിപ്പിടിച്ചു. ശേഷം ഇരു കാലുകളും തമ്മിൽ പിണച്ചു വെച്ചു. നീ എന്തി കാണിക്കുന്നേ? അവൾ ആടിക്കൊഴിഞ്ഞുകൊണ്ട് അവനിലേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. അവളെ കൊണ്ടാവുന്ന വിധത്തിൽ ആദരങ്ങൾ നുണഞ്ഞെടുത്തു. അവനൊരു പകപ്പായിരുന്നു. ഇവളെന്ത് ഇങ്ങനെ? ആദ്യമാണ് ഇങ്ങനെ ഒരു പെരുമാറ്റം. ഒരുപക്ഷെ അവിടെയുള്ളിൽ വീര്യമുള്ള എന്തോ ലഹരിയാവും എന്നവൻ കരുതി. അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. ഗോവിന്ദ്, ഉമ്മ മിണ്ടാതെ അവിടെ അടങ്ങി കിടന്നോണം. അവൻ അവളോട് ദേഷ്യപ്പെട്ടതും കുഞ്ഞു പിള്ളേർ കരയുന്നത് പോലെ ചുണ്ടുകൾ പിളർത്തി അവൾ കരയാൻ തുടങ്ങി. നീ എന്തിനാ കരയുന്നത്? അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും കുഴയുന്ന നാവ് അതിന് സമ്മതിച്ചില്ല. ഗോവിന്ദ്, ഐ ലവ് യു. അത്രയും പറഞ്ഞിട്ട് അവൾ പിന്നിലേക്ക് മറിഞ്ഞു വീണു. ബെഡിലേക്ക് തന്നെ ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും സംഭവിച്ചില്ല. അവൻ തലയിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി. ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അനക്കമൊന്നും ഇല്ലാത്തതിനാൽ അവൻ അവളുടെ അരികിലേക്ക് കിടന്നു. എന്നത്തെയും പോലെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട്. അപ്പോഴവൻ്റെ ചിന്തകൾ കുറച്ചുമുമ്പ് നടന്ന സംഭവ വികാസങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു.
പാർവണുമായി സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഗോവിന്ദ്. നിനക്ക് സുഖമല്ലേ? എന്തിനെ കാണുമെന്ന് പറഞ്ഞു. ഗോവിന്ദ് അവളുടെ മുഖത്തേക്ക് നോക്കി. അന്ന് സംഭവിച്ചു നിൽക്കും. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഗോവിന്ദ്. എൻ്റെ ഭാഗത്തെ തെറ്റെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി. ഞാൻ തെറ്റുകാരനല്ലെന്നറിയാൻ നിനക്ക് എത്രയും വർഷം കാത്തിരിക്കേണ്ടി വന്നു പാർവണ. ഗോവിന്ദ്, ഞാൻ പറഞ്ഞതല്ലേ, അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. എന്താണെങ്കിലും എൻ്റെ അവസ്ഥ അതെന്താണെങ്കിലും കൂടെ നിൽക്കുന്നവളായിരിക്കണം എൻ്റെ പെണ്ണ്. അല്ലെങ്കിൽ സ്നേഹം പ്രേമം എന്നത് വെറും ഒരു പ്രഹസനമായി മാത്രം തുടരൂ. ഞാൻ എൻ്റെ തെറ്റുകൾ സമ്മതിച്ചു. എൻ്റെ സ്നേഹം സത്യമാണെന്ന് തെളിയിക്കാൻ ഒരു അവസരം കൂടി തരുമോ? ആ അവസരങ്ങളൊക്കെ എന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പാർവണ. എൻ്റെ വിവാഹം കഴിഞ്ഞു, എനിക്കൊരു കുടുംബമുണ്ട്. അവൾ ഞെട്ടലോട് അവനെ നോക്കി. ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല ഗോവിന്ദ്. നിനക്ക് എന്നെ അല്ലാതെ മറ്റാരും സ്നേഹിക്കാൻ കഴിയില്ല. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവനിറങ്ങി പുണർന്നു. തന്നെ പുണർന്ന് അവൾ അടർത്തി മാറ്റിയവൻ. ഞാൻ അങ്ങനെയാണ് കരുതിയിരുന്നത് പാർവണ. നിന്നല്ലാതെ മറ്റാരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്നത് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. ഗീതയെ കാണുന്നതിന് മുമ്പ് വരെയും ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്, എൻ്റെ ജീവനും ജീവിതവുമെല്ലാം അവളിലാണെന്നും. നീ കള്ളം പറയും ഗോവിന്ദ്, ഒരിക്കലുമില്ല. പിന്നെ നീ എങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ തിരുത്താൻ ഞാൻ ആളല്ല. പക്ഷേ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല പാർവണ. ആ അധ്യായം ഞാൻ അടച്ചു കഴിഞ്ഞു എന്നേക്കുമായി. അത്രയും പറഞ്ഞ് തിരികെ നടക്കുമ്പോൾ അവന് വല്ലാത്ത അത്ഭുതം തോന്നി. പാർവണയോട് ഒരിക്കലും അങ്ങനെ പറയണമെന്ന് കരുതിയില്ല. കോളേജ് കാലത്തെ പ്രണയം ആദ്യമായി കണ്ടപ്പോൾ തന്നെ ആ വിടർന്ന മിഴികൾ അവൻ്റെ നെഞ്ചിൽ തറഞ്ഞു കയറിയിരുന്നു. പിന്നീട് അവളെ കാണുവാനായി മാത്രമുള്ള യാത്രകൾ. കോളേജിൽ വെച്ച് കൂടെ കിട്ടിയതെന്ന് സിദ്ധാർത്ഥ് എന്ന സുഹൃത്തിന് അവനും തൻ്റെ പ്രേമത്തിന് കട്ട സപ്പോർട്ടായിരുന്നു. പിന്നീട് അപ്പോഴോ പാർവയുടെ സ്വഭാവത്തിൽ വന്ന ചില മാറ്റങ്ങൾ. വന്ന സമയം തനി നാടൻ പെൺകുട്ടിയായിരുന്നവൾ വളരെ പെട്ടെന്നാണ് മോഡേണായതും. അതിലൊന്നും തനിക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ സിദ്ധു, അവൻ തന്നോട് പലതും പറഞ്ഞു. അവളുടെ പൂക്കത്ര ശരിയല്ലെന്ന രീതിയിൽ ഒരുപാട് സംസാരിച്ചു. അവളോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പൊട്ടിക്കരച്ചിലോട് അവന് നെഞ്ചിലേക്ക് അവൾ വീണു. എനിക്ക് വിശ്വസിക്കുന്നുണ്ട് ഗോവിന്ദ്. ഇല്ല, എനിക്ക് വിശ്വാസമാണ് നിന്നെ. തൻ്റെ പെണ്ണിനെക്കുറിച്ച് അപവാദം പറഞ്ഞ സിദ്ധുവിനെ പിന്നീട് ഗോവിന്ദിനെ കാണുന്നത് തന്നെ കലിയായി. അവനുമായുള്ള കോണ്ടാക്ട് കുറഞ്ഞു വന്നു. പിന്നീട് തീരെ ഇല്ലാതായി. പക്ഷെ അവൻ ഏറ്റവും അധികം തകർന്നു പോയത് അന്ന് ഗീതയുമായുള്ള പ്രശ്നത്തിൽ ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോൾ പാർവണനെ തള്ളി പറഞ്ഞതാണ്. അത് മാത്രമാണ് അവനേറെ വിഷമത്തിലാഴ്ത്തിയത്. അവൻ അവളെ അത്രയധികം സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ അവളെ കൺമുന്നിൽ കണ്ടപ്പോൾ വെറും ഒരു പരിചയക്കാരി എന്നതിലുപരി യാതൊരു വികാരങ്ങളും തോന്നില്ല എന്നവൻ അത്ഭുതത്തോടെ ചിന്തിച്ചു. ഗീതയാണോ അതിന് കാരണം? അറിയില്ല. അവളോട് പ്രേമമാണോ അതോ പാർവണയോട് ജയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണോ? ഗീത ഇഷ്ടമാണെന്നും അവൻ ചിന്തയിലാണ്ടു.